തൃശൂർ ആളൂരിൽ പോലീസ് ജീപ്പിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച വിദ്യാർത്ഥി ജൂവിൻ രാജുവിന്റെ അവയവങ്ങൾ 5 പേർക്ക് പുതുജീവനേകും. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 22-കാരനിൽ ജുവിന്റെ ഹൃദയം മാറ്റിവെച്ചു. പി അനൂപ് വിശദാംശങ്ങൾ നൽകും. അനൂപ്, ഏറെ പ്രതീക്ഷയേകുന്ന വാർത്തയാണ്. ഈ ഹൃദയം മാറ്റിവെച്ച 22-കാരന്റെ ആരോഗ്യനില തൃപ്തികരമാണോ? എന്താണ് വിശദാംശങ്ങൾ? ഹരിപ്രിയ, ഇപ്പോൾ ഈ ഹൃദയം സ്വീകരിച്ച 22-കാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അദ്ദേഹം പ്രതിമരുന്നുകളോടും അതോടൊപ്പം തന്നെ മറ്റ് പാരാമീറ്റേഴ്സിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. നിലവിൽ നിരീക്ഷണത്തിലാണ്. ഏതായാലും ജുവിന്റെ കുടുംബാംഗങ്ങളുടെ ഒരു ധീരമായിട്ടുള്ള തീരുമാനം, അതോടൊപ്പം തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം 5 പേർക്കാണ് പുതുജീവൻ നൽകുന്നത്. ഇന്നലെ രാത്രിയാണ് ജുവിന്റെ ഹൃദയം. ജുവിൻ ചികിത്സയിലുണ്ടായിരുന്നത് ആലുവയിലെ രാജഗിരി ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്നും എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചത് ജൂൺ 15-ാം തീയതിയാണ് രാവിലെ 11 മണിയോടുകൂടി ആളൂരിലെ കദളിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ജുവിൻ ഗുരുതരമായിട്ട് പരിക്കേറ്റത്. ഒപ്പം ഉണ്ടായിരുന്ന അനന്തകൃഷ്ണൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ അനന്തകൃഷ്ണനും ജുവിനും സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറുടെ പിറകിലേക്ക് പോലീസ് വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു. ഏതായാലും ഇന്നലെ തന്നെ ജുവിന്റെ വീട്ടുകാർ ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടുകൂടി അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജുവിന്റെ ഹൃദയവും അതോടൊപ്പം തന്നെ കരളും വൃക്കകളും കോർണിയയും ദാനം ചെയ്യാനായിട്ട് ബന്ധുക്കൾ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജുവിന്റെ ഹൃദയം ലിസി ആശുപത്രിയിലുള്ള 22-കാരൻ സ്വീകരിച്ചു. അതുകൂടാതെ ആസ്റ്റർ മെഡിസിറ്റിയിലെ രോഗിക്കാണ് കരൾ നൽകുന്നത്. ഒരു വൃക്ക ലിസി ആശുപത്രിയിലെ രോഗിക്കും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗിക്കുമാണ് നൽകുന്നത്. കോർണിയ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഐ ബാങ്കിലേക്ക് മാറ്റുകയും ചെയ്തു. ശരി, പി അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.